ഇപ്പോൾ വീണ്ടും അങ്കമാലി രൂപതയുമായി ബന്ധപ്പെട്ട സംഘർഷം വീണ്ടും ഉടലെടുക്കുകയാണ്. ഇവിടെ വിമത വൈദികരെ പോലീസ് വലിച്ചിഴച്ചതിലാണ് വലിയ പ്രതിഷേധം ഉടലെടുത്തത്. സഭയ്ക്കകത്തെ തർക്കം, ആ തർക്കം ഞങ്ങളുടെ ആഭ്യന്തര വിഷയമാണ്. പക്ഷേ പോലീസ് വൈദികരോട് പെരുമാറിയ രീതി അംഗീകരിക്കാനാവില്ല, ക്ഷമിക്കാനാവില്ല എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ഉറങ്ങിക്കിടന്ന വൈദികരെ വേഷം പോലും മാറ്റാൻ അനുവദിക്കാതെ വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നേരത്തെ കണ്ടതാണ്. അതാണ് വലിയ പ്രകോപനമുണ്ടാക്കിയത്. നേരത്തെ CIക്കെതിരെ അതിരൂക്ഷമായ മുദ്രാവാക്യങ്ങൾ, അതിശക്തമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നു പ്രതിഷേധക്കാർ. ഇപ്പോൾ വീണ്ടും അതിരൂപത ആസ്ഥാനത്തേക്ക് പ്രതിഷേധക്കാർ വന്നെടുക്കുകയാണ്. ഗേറ്റ് വീണ്ടും തള്ളി തുറക്കാനുള്ള ശ്രമം നടക്കുകയാണ്. നേരത്തെ ഒന്ന് അല്പം പിന്നാക്കം പോയതായിരുന്നു, ഇപ്പോൾ വീണ്ടും സൈഫുനിസ അലിയാർ വിവരങ്ങളുമായി. സൈഫുനിസ, നേരത്തെ അല്പം പിന്നാക്കം പോയതാണ് പ്രതിഷേധക്കാർ, ഇപ്പോൾ വീണ്ടും ഒന്നുകൂടി സംഘടിച്ചെത്തുകയായിരുന്നു. എന്താണ് ഇപ്പോൾ വീണ്ടും ഗേറ്റ് തള്ളി തുറക്കാനുള്ള ശ്രമത്തിന് പിന്നിൽ? സ്മൃതി, ഇവർ പ്രതിഷേധവുമായി ഇപ്പോഴും തുടരുകയാണ്. തൊട്ടടുത്തുള്ള ബസിലിക്ക പള്ളിക്ക് സമീപത്തായിരുന്നു പ്രതിഷേധം. അവിടെ നിന്നാണ് ഇപ്പോൾ വൈദികരുടെ നേതൃത്വത്തിൽ വീണ്ടും പ്രതിഷേധ മാർച്ചുമായി എത്തി ബിഷപ്പ് ഹൗസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത്. നേരത്തെ പോലീസ് വലിയ പ്രതിരോധം തീർത്ത ശേഷമാണ് പ്രതിഷേധക്കാർ പിൻവാങ്ങിയത്. വീണ്ടും ഇവർ സംഘടിച്ച് ഈ ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇപ്പോൾ ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് കൂടുതൽ വിന്യസിച്ച് ഇപ്പോൾ ഈ ശ്രമം തടുത്തിട്ടുണ്ട്. വികാരിമാർക്ക് അടക്കം അകത്തേക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ വീണ്ടും ഗേറ്റ് തള്ളി തുറക്കുകയാണ്. ഗേറ്റ് തള്ളി തുറക്കാനുള്ള ശ്രമമാണ്. അവിടെ നിന്ന് പോലീസും കഴിയുന്ന രീതിയിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പുറത്തും വലിയ പോലീസ് സേനയുണ്ട്, അകത്തുമുണ്ട്. പക്ഷേ പുറത്തുനിന്നുള്ള പോലീസ് ഇതുവരെ ഒരു ലാത്തി ചാർജിലേക്ക് അല്ലെങ്കിൽ നടപടികളിലേക്കൊന്നും പോയിട്ടില്ല. അവർക്ക് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു സംഘർഷ സമാന സാഹചര്യത്തിലേക്ക് പോലീസിന്റെ ഭാഗത്തുള്ള നടപടിയിലേക്ക് ഇനി പോകേണ്ട എന്നുള്ളൊരു നിർദ്ദേശം വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പ്രതിഷേധക്കാർ ഗേറ്റ് തള്ളി തുറക്കാനുള്ള ശ്രമമാണ്. അവിടെ പൂട്ടിയിട്ടുണ്ട്, എങ്ങനെയും തുറക്കാനുള്ള പോലീസും അകത്തു നിന്ന് ഗേറ്റ് പിടിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു സംഘർഷ സമാനമായ സാഹചര്യത്തിലേക്കാണ് എറണാകുളം ബിഷപ്പ് ഹൗസിന് മുൻപിലെ കാഴ്ചകൾ. ഗേറ്റ് തള്ളി തുറക്കാനുള്ള ശ്രമമാണ് പ്രതിഷേധക്കാർ നടത്തുന്നത്. രാവിലെ ഇവിടെ ബിഷപ്പ് ഹൗസിന് ഉള്ളിൽ പ്രതിഷേധിച്ച വൈദികരെ പോലീസ് നീക്കിയതിൽ പ്രതിഷേധിച്ചാണ് രാവിലെ മുതൽ വിമത വിഭാഗത്തിൻ്റെ പ്രതിഷേധം നടക്കുന്നത്. എറണാകുളം സെൻറ് മേരീസ് ബസിലിക്ക പള്ളിക്ക് മുൻപിൽ രാവിലെ മുതൽ തുടങ്ങിയ പ്രതിഷേധമാണ് ഇപ്പോൾ ബിഷപ്പ് ഹൗസിന് മുൻപിലേക്ക് നീങ്ങിയത്. ആദ്യം പ്രതിഷേധവുമായി മുന്നോട്ട് പോയെങ്കിലും പിന്നീട് അത് പിൻവാങ്ങുകയായിരുന്നു. ഇപ്പോൾ ഗേറ്റ്, അതായത് വലിയൊരു ഗേറ്റുമുണ്ട്, അതിന് ചേർന്ന് തന്നെ സമീപത്ത് ചെറിയൊരു ഗേറ്റുമുണ്ട്. ഈ രണ്ട് ഗേറ്റും തള്ളി തുറന്ന് അകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇപ്പോഴത്തെ കൂരിയെ പിരിച്ചുവിടണമെന്നും ഇവരെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി പ്രാർത്ഥനാ യജ്ഞവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. വിവിധ കൂരിയയിലുള്ളവരെ കഴിഞ്ഞ ദിവസം പുറത്താക്കിയിരുന്നു. പുതിയ കൂരിയ വരികയും ചെയ്തിരുന്നു. അതുകൊണ്ട് പുറത്താക്കിയ നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം. പക്ഷേ ഇപ്പോഴത് പോലീസിന്റെ നടപടിക്കെതിരായ ഒരു പ്രതിഷേധത്തിലേക്ക് മാറുകയാണ് ചെയ്തത്. ഇന്ന് രാവിലെ 5:15 പോലീസ് എത്തി ഈ സമരം ചെയ്തിരുന്ന 21 വൈദികരെയും ഇവിടെ നിന്ന് മാറ്റിയിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയത്. ഇപ്പോൾ ഗേറ്റ് തള്ളി തുറക്കാനുള്ള ശ്രമം വീണ്ടും നടത്തുകയാണ്. എന്തുകൊണ്ട് ഇപ്പോൾ ഗേറ്റ് ഇങ്ങനെ തള്ളി തുറക്കാനുള്ള ശ്രമം? ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ കയറാനാണ് ഞങ്ങൾ ഈ പാട് കൊടുക്കുന്നത്, നാട്ടുകാരുടെ വീട്ടിൽ കയറാനല്ല. ഈ ഗേറ്റിനകത്ത് നിന്ന് 20 അച്ഛന്മാർ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട അകത്ത് പോയ അച്ഛന്മാരെയാണ് 500 പോലീസുകാർ ചേർന്ന് മർദ്ദിച്ച അവസരമാക്കിയത്. ഇനിയും മർദ്ദനമേക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നുള്ളതാണ്. അങ്ങനെ പോലീസുകാർ തല്ലി തകർക്കട്ടെ, അച്ഛന്മാരെ തല്ലാനാണെന്നുണ്ടെങ്കിൽ തല്ലട്ടെ. ഇപ്പൊ അകത്ത് കയറിയിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ അകത്ത് കയറി ഞങ്ങൾ അതിനകത്ത് ഇരിക്കും. ഈ ബിഷപ്പ് വന്ന് ഞങ്ങളോട് ചർച്ച ചെയ്യണം. ഞങ്ങൾക്ക് വേറെ ഉദ്ദേശമൊന്നുമില്ല. ഞങ്ങൾ അവിടെ തല്ലി തകർക്കാനും ഉദ്ദേശിക്കുന്നത് ഒരു സാധനം ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളുടെ 21 അച്ഛന്മാർ അതിനകത്ത് കയറി ഞങ്ങളോട് ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടത്. അവരെ ചർച്ച ചെയ്യാൻ പറ്റൂല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി കയറിയിരിക്കാം, ചർച്ച ചെയ്യട്ടെ. ചർച്ച ചെയ്ത് പരിഹാരം ഇവിടെ എത്തിയിട്ടില്ലല്ലോ. എത്തണമല്ലോ. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് അയാളെന്താ വരാത്തെ? അയാൾ വരട്ടെ.